സർ, CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കണോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന നേതാവ് PK ഗുരുദാസൻ അത് വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ ഇത് കാണുന്നത്? PK ഗുരുദാസനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാർട്ടിക്കകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണെന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. സ്വന്തമായിട്ടൊരു വീട് പോലും വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്കാരാണ് അദ്ദേഹത്തിന് കിളിമാനൂർ ഒരു വീട് വെച്ചു. ചെറിയ വീട്, കൊച്ചു വീട്, പാവങ്ങൾ താമസിക്കുന്ന വീട്. പാവങ്ങളുടെ പടത്തലവനാണ്. പാവങ്ങളുടെ വീട്. ആ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. സത്യസന്ധമായിട്ട് അടിമുടി കമ്മ്യൂണിസ്റ്റാണ്. അടിമുടി കമ്മ്യൂണിസ്റ്റ്. പഴയ കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൻ്റെ ഒരു തിരിശേഷിപ്പ്. VS അച്യുതാനന്ദനെ പോലെ, G സുധാകരനെ പോലെ, പാലൊളി മുഹമ്മദ് കുട്ടിയെ പോലെ. ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ പാലൊളി മുഹമ്മദ് കുട്ടിയെയോ G സുധാകരനെയോ ഒന്നും ഇതിലേക്ക് വിളിച്ചിട്ടില്ല. PK ഗുരുദാസനെ പോലും അങ്ങനെ വിളിച്ചിട്ട് പിന്നെ കൊല്ലമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവ് പാർട്ടി ആയതുകൊണ്ടും അദ്ദേഹം വരുന്നു, അവിടെ പങ്കെടുക്കുന്നു എന്നുള്ള വലിയ സ്ഥാനമൊന്നും അദ്ദേഹത്തിന് അവിടെ കൊടുത്തിട്ടില്ല. ആദരിക്കലും അദ്ദേഹം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കൊല്ലത്തുള്ള ആളാണ് പത്മലോചനനാണ് പാർട്ടി വളർന്നപ്പോൾ EMS പോലും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, എങ്ങോട്ട് പോകണമെന്നുള്ള ചിന്തയിൽ. ആ സമയത്ത് ഇറങ്ങിപ്പോന്ന ഒരാൾ പത്മലോചനാണ്, മറ്റേത് നമ്മുടെ പ്രിയപ്പെട്ട VS ആണ്. അവർ രണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു പോയപ്പോൾ അഭിപ്രായ വ്യത്യാസം മൂലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർത്തിയത്. പിളർപ്പന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അവർ രണ്ടുപേരുമാണ്. പിൽക്കാലത്ത് പിളർപ്പന്മാരാണ് ശരി, അവരുടെ പാർട്ടി ലൈനാണ് ശരിയെന്ന് തെളിയിക്കുന്ന വിധത്തിൽ CPMന് അഭൂതപൂർവമായ വളർച്ചയുണ്ടാവുകയും CPI നേതാക്കളുടെ ഒരു പാർട്ടി മാത്രമായിട്ട് ശോഷിക്കുകയും ചെയ്തു. പിന്നെ തെനാലിയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ടാണ് CPM എന്ന പാർട്ടിക്ക് രൂപം കൊടുക്കുക. അപ്പോൾ പഴയ പാർട്ടി അല്ല CPM, പഴയ പാർട്ടിയല്ല. അവരിപ്പോഴും പറയുന്നത് പഴയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നമ്പർ വെക്കുന്നതിൽ CPIയും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. 1964 പിളർപ്പാണെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നത് 1930-കളിലാണ്. എന്നിട്ടും ആദ്യത്തെ പാർട്ടി ഇതാണ്, ഞങ്ങളുടെ നയമാണ് ശരിയെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ലൈനിൽ അവർ പോകും. അങ്ങനെയല്ല, ഇത് പാർട്ടി പിളർന്നുണ്ടായ ഒരു വിഭാഗമാണ്, ഒരു അവാന്തര വിഭാഗമാണ്. ഇതിന് മുന്നിട്ട് നിന്ന പത്മലോചന കൊല്ലത്താണ്. ഇതും കൊല്ലമായതുകൊണ്ട് അവർ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തങ്ങളെ തിരസ്കരിച്ചാലും അവർ പാർട്ടിയെ തിരസ്കരിക്കില്ല ഒരിക്കലും, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അതുപോലെ തന്നെയാണ് G സുധാകരൻ. വിളിച്ചിട്ടില്ലെങ്കിലും അതൊരു അപമാനമായിട്ട് കണ്ട് വേറെ പാർട്ടിയിലേക്ക് പോവുമല്ല, താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയാണ്, ഗർജനങ്ങൾ നടത്തുന്നുണ്ട്, പാർട്ടിയുടെ ചങ്ക് പൊള്ളിക്കുന്ന ഗർജനങ്ങൾ. അദ്ദേഹം കുത്തുവാക്കുകളായിട്ടാണ് പറഞ്ഞത്. ശേഷി ഉണ്ടായിരിക്കണം, പ്രായം കുഴപ്പമില്ല, പക്ഷേ ശേഷി ഉണ്ടായിരിക്കണം എന്ന് വെച്ച് അതുപോലെ തന്നെ ചർച്ച ചെയ്യാൻ ശേഷിയുള്ള ആരും ഇപ്പോൾ പാർട്ടിയിലില്ല. കഴിവുള്ളവർ രണ്ടാം തലമുറ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ PK ഗുരുദാസൻ പറയുന്നത് KN ബാലഗോപാൽ, അദ്ദേഹം ആദ്യം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് KN ബാലഗോപാൽ, കൊല്ലംകാരൻ കൂടിയായി. കൊല്ലംകാരൻ കൊണ്ടായിരിക്കും. KN ബാലഗോപാൽ വന്നാൽ ഈ ധനകാര്യം കുളമാക്കിയതുപോലെ കേരളം കുട്ടിച്ചോറാണ്, ഒരു സംശയവുമില്ല. പിന്നെ വേറൊരു പേര് പറഞ്ഞിരിക്കുന്നത് MP രാജേഷ്, കുട്ടിച്ചോറ. വലിയൊരു അഹംഭാവമല്ല, ശബ്ദത്തിലുമൊക്കെ എന്തോ വലിയൊരു സംഭവം പോലെ അദ്ദേഹം ഇങ്ങനെ കരുതി കാര്യങ്ങൾ പറയുന്നത്. എന്തോ വലിയ സംഭവം ഞാനിത് ചെയ്തു എന്നുള്ള മട്ടിലൊക്കെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. എല്ലാം കുളമാണ്, അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ ലോകത്തിൽ എന്നുള്ളൊരു ധാരണയിൽ നിന്ന് ഉയർത്തിരിയുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ MP ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നയം ഈ ഗവൺമെൻറ് നടപ്പാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അടിമുടി പരാജയമാണ് ഗവൺമെൻറ് എന്ന് അദ്ദേഹം തന്നെ പരോക്ഷമായിട്ട് പറയുകയാണ്. ഇടതുപക്ഷ നടപടികളൊന്നും ഇവർക്ക് നടത്താൻ കഴിയില്ല. ഇവർ കൊണ്ടൊന്നും ബ്രൂവറി കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. പിന്നെ പറഞ്ഞ പേര് P രാജീവിൻ്റെ ബ്രൂവറിയൊക്കെ അവിടെ കൊണ്ടുവന്ന് അതിന് അനുമതിയും കൊടുത്ത ആളാണ്. 3000 ലക്ഷം വ്യവസായങ്ങളൊക്കെ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ഇത്തിരി കൂടി അത്യുക്തിയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവരിൽ 3 പേരിൽ കുറച്ച് കഴിവും കാര്യങ്ങൾ അറിയാവുന്ന ആളും P രാജീവനാണ്. സമർത്ഥമായിട്ട് കാര്യങ്ങളെ നേരിടാൻ കഴിവുള്ള ആളും അഹങ്കാരമില്ലാത്ത ആളും അദ്ദേഹം തന്നെ. വിവരക്കേടുകൾ വിളിച്ചു പറയാത്ത ആളും അദ്ദേഹം. 3 ലക്ഷം എന്ന് പറഞ്ഞതൊരു തെറ്റാണ്. കാരണം ഇവിടുത്തെ പെട്ടിക്കടകൾ ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഇത് പല പെട്ടിക്കടകളും പൂട്ടിപ്പോയി. സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറഞ്ഞതാണ്. പിന്നെ എനിക്കറിയില്ല, പിന്നെ VD സതീശൻ പറയുകയുണ്ടായി ഇത് PR വർക്ക് ചെയ്യിപ്പിച്ച് ഇത്രയും ഉണ്ടാക്കിയെടുത്തതാണ്. ശരിക്കും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ടോളൂ, ഈ പരിപ്പുവടയും ചായയും കൊടുക്കുന്ന വഴിയോര കടകളുണ്ട്, പാവപ്പെട്ട ആൾക്കാർ നടത്തുന്നത്. പലതും പൂട്ടിപ്പോവുക ഗതികെട്ട്.
കാരണം കടകൾ ഒരുപാടാകുമ്പോൾ അവരുടെ സെയിൽസ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഇപ്പോൾ തമിഴന്മാരുടെ കടകളിലാണ് കൂടുതൽ ആൾക്കാർ, കൂടുതൽ സ്വാദ് അവിടെയാണെന്നാണ് പറയുന്നത്. പാല് ശരിയായിട്ടുള്ള പാലല്ലെങ്കിൽ സ്വാദ് അതിന് കൂടുതൽ, കൊഴുപ്പും കൂടുതലാണ്, മായം ചേർക്കുന്നതാണെന്ന് പറയുന്നത്. അവിടോട്ട് ആൾക്കാർ ഇടിച്ച് കയറുക. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, ഗണേഷ് എന്നൊക്കെയുള്ള പേരിലുള്ള തമിഴ്ക്കാരുടെ, തമിഴ്നാട് ഒരു നന്നായി വരട്ടെ, തമിഴ്നാട്ടുകാരുടെ കടയിലാണ് പെണ്ണും വ്യത്യാസമില്ല ഇടിച്ചു കയറുന്നത്. ഈ വഴിയോരത്ത് നടത്തുന്ന ഈ ചായക്കടകളിലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാരൊന്നും തടിച്ചു കൂടുന്നു നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ പൂട്ടിപ്പോവുക. അത് ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് സെയിൽസ് വളരെ കുറയും, വളരെ കുറയുന്നതുകൊണ്ട് പലതും പൂട്ടിപ്പോവുക. അതിനെയൊക്കെ ചേർത്താണ് ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. വീൽ ചെയറിൽ ഒത്തു നടക്കുന്ന കടകളിൽ അത് ചില ആനുകൂല്യങ്ങൾ അവയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതുകൊണ്ട് അങ്ങനെ കടയിടാൻ ഒരുപാട് ആൾക്കാർ തയ്യാറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ NHന്റെ സമീപത്ത്, NHന്റെ വഴിയോരങ്ങളിൽ, MC റോഡിൻ്റെ, മെയിൻ സെൻട്രൽ റോഡിൻ്റെ, അതായത് സ്റ്റേറ്റ് ഹൈവേയുടെ ഒക്കെ ഓരങ്ങളിൽ വന്നിട്ടുണ്ട്. പലതും ആ സ്ഥിരമല്ല, പാവപ്പെട്ട ആൾക്കാരത് നടത്തുന്നത്. അവരെ കണ്ടാൽ തന്നെ അറിയാം, അവർ തന്നെ ചായ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പുകളിൽ ഉൾപ്പെടുത്തി രാജീവ് കൊണ്ടുവന്നത് ഈ സതീശൻ പറഞ്ഞ പോലെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു PR വർക്കിൻ്റെ ഭാഗമാണെങ്കിൽ അതും ഒരു തിരിച്ചടിയല്ലേ സർ? അത് നമ്മൾ അറിയാൻ പോകുന്നില്ല. സതീശന് മാത്രമല്ലേ അതിന് ആക്സസ് ഉള്ളൂ ആണെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് തെളിവുകളില്ല. PR വർക്കാണെന്ന് പറയുന്നു, ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പറയുന്നു, ജനങ്ങളിലേക്ക് പോകില്ല. ഇവിടെ ഈ കടകളിലേക്ക് വിതരണം ചെയ്യുന്ന പലഹാരങ്ങളുണ്ടല്ലോ, അതുപോലും ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കൂട്ടമായിട്ട് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഈ പരിപ്പുവട ഈ കടകളിലല്ല പലതിലും ഉണ്ടാകും. പരിപ്പുവട, നെയ്യപ്പം ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്, സമൂസ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ സ്വന്തമായിട്ട് മണ്ണടുപ്പുകളൊക്കെ കൂട്ടിയിട്ട് കൂട്ടമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നല്ല സ്വാദിഷ്ടവും. വെളിച്ചെണ്ണയൊന്നും അല്ല ഇതിൽ ഉപയോഗിക്കുന്നത്, അത് വേറെ കാര്യം. പല ആവർത്തി ഈ എണ്ണ ഉപയോഗിക്കുന്നുമുണ്ട്, പക്ഷെ സ്വാദാണ്. സാർ നമുക്ക് തിരിച്ച് ഇതിലേക്ക് അല്ല, അങ്ങനെയുള്ളതിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പുകളെന്നും പറഞ്ഞിട്ട് 3 ലക്ഷം എണ്ണം അദ്ദേഹം തികച്ചത്. പക്ഷെ അതിനൊരു സാമർഥ്യം വേണമല്ലോ. അതെ, സാമർഥ്യം വേണമല്ലോ. ശശി തരൂർ പോലും അത് വീണ് പോയില്ലേ? അതെ, ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ശശി തരൂരിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു കഴിവ് തന്നെ. അതുപോലെ തന്നെ പിണറായി വിജയൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് P. രാജീവ്. കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയതാണ്. അല്ലാതെ ഈ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട ആളല്ല. കാരണം VSന്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. VSന്റെ കൂടെ നിന്നിട്ടുള്ളവരെ എല്ലാം അദ്ദേഹം ഗിള്ളറ്റും ചെയ്തു. അതിൻ്റെ ഭാഗമാണ് G. സുധാകരൻ. വലുതായിട്ട് അനുകൂലിക്കാത്തവരെയും മാറ്റി. P. K. ഗുരുദാസൻ അങ്ങനെ മാറിയതാണ്. P. K. ഗുരുദാസന് തന്നെ കൊല്ലത്ത് മത്സരിച്ചിട്ട് അദ്ദേഹം ഉറപ്പായിട്ട് ജയിച്ചേന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിനെ മാറ്റി മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനെ കൊണ്ടുവച്ചു. മുകേഷ് അത് പാർട്ടിക്ക് വേണ്ടതുപോലെ കൊടുക്കുകയും ചെയ്തല്ല. കേസുകളിൽ ഇടപെട്ട വേണ്ടപ്പെട്ട കേസുകളിൽ പാർട്ടിക്ക് ഇല്ലാത്ത നാറ്റക്കേസായിട്ട് തീർന്നില്ല അദ്ദേഹം. എന്നിട്ട് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് നോക്കുന്നത് പിന്നെ P. K. ഗുരുദാസനാണെങ്കിൽ ഒരു മന്ത്രിയാണ്, ഉറപ്പായിട്ടും കൊല്ലത്തിൻ്റെ ഒരു മന്ത്രി കൂടിയായിരിക്കും. മുകേഷിന് എന്താ വല്ല അങ്ങനെ ചെയ്തു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സംസ്കാരമുണ്ടോ? വേറൊന്നും വേണ്ട, പോട്ടെ. സിനിമാ നടൻ്റെ സംസ്കാരമല്ലേ അദ്ദേഹം പിന്തുടരുന്നത്? പീഡന കേസുകളിലല്ലേ അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്നത്? പണം കൊടുത്തൊക്കെ ഇത് ഇല്ലാതാക്കാൻ പറ്റുമെങ്കിലും പാർട്ടിയുടെ ഇമേജ് നശിപ്പിച്ച് കിടന്നില്ലേ? P. K. ഗുരുദാസൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞതുപോലെ ഒരു 5 പൈസ കള്ളത്തരമില്ല. അദ്ദേഹം ഇടുന്ന വെള്ള വസ്ത്രം പോലെ നിർമ്മലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹം ഒരു വീട് പോലും വയ്ക്കാൻ, അവിടെ സ്വന്തമായിട്ട് വീട് പോലും വയ്ക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിനൊന്നും പണമില്ലാതെ ഞെരുങ്ങിയിട്ടും പല പാർട്ടിക്കാരും അതേസമയം കള്ളപ്പണം ഉണ്ടാക്കിക്കൊണ്ട് വൻതോതിലുള്ള എന്താ പറയുന്നത്, നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയിലുമൊക്കെ അത്രയൊക്കെ വലിയ വീടുകളൊക്കെ വെച്ചു. അത് CPM-ന് അങ്ങനെ ഒരു സംസ്കാരം വന്നിരിക്കുകയാണ് സാർ. നേതാക്കൾ 5 സ്റ്റാർ ഹോട്ടലിൽ വിടാൻ തയ്യാറല്ല. അതുപോലെ യാത്ര ചെയ്യാൻ ഇന്നോവ ക്രിസ്റ്റ ഇല്ലാതെ അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പൊതുവേ രാഷ്ട്രീയക്കാരെല്ലാവരും അങ്ങനെ മാറിയിരിക്കുകയാണ്. കള്ളു കുടിക്കരുത്, കള്ളു കുടിക്കുന്നവരെ പുറത്താക്കും. ഈ ഇന്നോവ ക്രിസ്റ്റയിൽ സഞ്ചരിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ കൂലിപ്പണിക്കാരോടെ സമ്മതിക്കുന്നവരെ പുറത്താക്കും എന്ന് പറയുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ കോഴി ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കൂലിപ്പണിക്കാർ, ഈ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അമ്മ പോലും ഈ കല്ലടിക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അങ്ങനെയുള്ളതാണ് പാർട്ടിയുടെ മാസ് ബേസ്. തൊഴിലാളി, ചെറുകിട നാമമാത്ര കർഷകാദി ബഹുജനം എന്ന് EMS പറയുന്നവരെ, അവരോട് ഈ 5 സ്റ്റാർ ശശി തരൂരിൻ്റെ സംസ്കാരത്തിലാണോ സമ്മതിക്കേണ്ടത്? തലത്തിലാണോ സംസാരിക്കേണ്ടത്? അതെന്താ പാർട്ടി പറയാത്ത? കള്ളു മാത്രമേ ഉള്ളൂ കുഴപ്പം. ആഡംബരം,
പാർട്ടിക്ക് വേണ്ട, പാർട്ടി സഖാക്കൾ വേണ്ട എന്ന് പറയാത്ത എന്താ? കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പിന്നെ ഇല്ല. അങ്ങനെയുള്ളവരാണിപ്പോൾ ഈ രണ്ടാം കിട നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും. പറയാൻ ധൈര്യമില്ല പാർട്ടി നേതൃത്വത്തിന്. അതാണ് വാസ്തവം. അങ്ങനെ ഒരു സംസ്കാരം പാർട്ടിക്കുള്ളിൽ ശക്തമായി കടന്നുകൂടി പാർട്ടിയെ കീഴടക്കിയിരിക്കുന്നു. അതല്ലേ സത്യം? സത്യമാണ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് നമുക്കിനിയും ഒരുപാട് നാൾ CPM-നെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് തുടരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.